ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല നാടൻ മത്തി പൊരിക്കുന്നതാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 7 വലിയ മത്തിയാണ് എടുത്തത്. ആ മത്തി ഞാൻ ആദ്യം വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണേ. അതിലേക്ക് 4-5 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 4-5 വെളുത്തുള്ളി അല്ലി, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അരമുറി എടുത്തിട്ട് നീരൊഴിച്ചെടുത്താൽ മതി. ഞാനതില്ലാത്തതിനെ കൊണ്ട് വിനാഗിരിയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ആ മസാലക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മത്തീൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ചില സ്ഥലങ്ങളിലൊന്നും മത്തി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല കേട്ടോ. ചാള എന്നൊക്കെയാണ് ഈ മത്തിക്ക് പറയുക. ഞങ്ങളിവിടേക്ക് മത്തി തന്നെയാണ് കേട്ടോ പറയുക. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ് ഈ മത്തി മുളകിട്ടതും മത്തി ഫ്രൈ ചെയ്തതും. ഇപ്പോൾ ഈ മീനൊക്കെ അരപ്പ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ അരപ്പൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കട്ടെ. ഇപ്പം മീൻ അരപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കുക. പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ ലേശം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഈ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ഏത് പാത്രത്തിൽ മീൻ പൊരിക്കായാലും അടിയിൽ കുറച്ച് കറിവേപ്പില നിരത്തിയിട്ട് പൊരിക്കുകയാണെങ്കിൽ ഇത് തിരിച്ചിടുന്ന സമയത്ത് പൊടിയാതെ കിട്ടും ചെയ്യും. മീനിന് കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ചെയ്യും. ഇപ്പോൾ മീനൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് മൂത്തതിന് ശേഷം ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുന്നേ ഞാനൊരു കുക്കർ മത്തി വീഡിയോയിലിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ കുക്കർ മത്തി ഉണ്ടാക്കിയതിന്. ഇപ്പോൾ ഈ മീനൊരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മീനൊന്ന് നല്ല ഫ്രൈ ആയതിന് ശേഷം ഇതിൽ തേച്ച ബാക്കി അരപ്പുണ്ടല്ലോ, ആ മിക്സൊക്കെ കൂടി ഇതിൻ്റെ മേതെ ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. മീൻ പൊരിക്കുന്ന സമയത്ത് ഈ അരപ്പ് മുഴുവൻ ഇട്ടെടുത്താൽ ആ അരപ്പ് കരിഞ്ഞും പോവും, മീനിൻ്റെ ഉള്ളിൽ വേവാതിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മീനൊന്ന് പൊരിച്ച് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഈ അരപ്പ് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവില്ല. മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും കഴിക്കുന്ന സമയത്ത്. അങ്ങനെ നാടൻ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് പൊരിച്ച് നോക്കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.